ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമുക്കൊരു സാധനം വന്നിട്ടുണ്ട്, ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഏതായാലും ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഹെഡ്ലൈറ്റാണ്, ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ്. ഏതായാലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരത്തെ ഒരു സാധനം നമുക്ക് വേണ്ടി ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു ലൈറ്റ് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു സ്പെഷ്യൽ കാര്യം കൊണ്ടുണ്ട്, ഒരു ഗിവ് എവേയും കൂടെ ഉണ്ട്. അതായത് ചെറിയ ഗിവ് എവേ ഒന്നുമല്ല, പലരും കമൻസിലൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടൊരു ഗിവ് എവേ. 100% ഇത് എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടൊരു ഗിവ് എവേ ആണ്. ഈ ലൈറ്റാണെന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ വേറൊരു ഐറ്റമാണ്. ഏതായാലും വീഡിയോയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഗിവ് എവേ എന്നുള്ളത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവർക്കും സമ്മാനം കിട്ടണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. ഏതായാലും പിന്നെ അൺബോക്സ് ചെയ്ത് എന്താണ് സംഭവം നോക്കാം. ജസ്റ്റ് നമുക്ക് പിന്നെ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, ഇനി ഇതും കൂടെ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. യെസ്, നാവോ ഈവോ ലൈറ്റിംഗ് ആണ് സംഗതി. ഏതായാലും നല്ല ബോക്സാണ്, 90 വാട്ട്സിൻ്റെ ആണ്. ഏതായാലും നമുക്ക് ഇവരെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിനകത്ത് നിന്ന്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവരെ നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗിവ് എവേ എന്താണെന്ന് പറഞ്ഞില്ല. ഗിവ് എവേയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഞാൻ ഏതായാലും പ്ലാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലും ഗിവ് എവേ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, അതായത് വാഹനം ഇല്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിവ് എവേ ആയിരിക്കണം ഷുവർ ആയിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതായത് എല്ലാവരും സാധാരണ ഒരു കമൻറ്റ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കമൻറ്റ് വേണമെങ്കിലും കമൻറ്റ് ബോക്സിലിടാം. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇടാം. ഇതിൽ സെലക്ട് ചെയ്യുന്ന ഒരു കമൻറ്റ്, സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കമൻറ്റിലുള്ള ഒരു വ്യക്തി, അതായത് പുള്ളി എവിടെയാണെങ്കിലും നമ്മൾ അവിടെ പോയി ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതായത് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും ആ ഫുഡ്. അതായത് ഞാനും എൻ്റെ വൈഫും രാഗാഞ്ജലിയും ഞങ്ങൾ 3 പേരും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിൽ പോലെ എനിക്കൊരു വലിയ കാര്യമായിരിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും. പിന്നെ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഓക്കെയാണ്. പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഞങ്ങൾക്ക് തരണം, പക്ഷേ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഈ കാര്യം മറക്കല്ലേ, കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നാവോ ഈവോ സംഭവം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. പുറമേ കാണുമ്പോൾ എല്ലാം അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ പുറമേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വോൾട്ടേജ് 9 വോൾട്ട് ടു 16 വോൾട്ട് വരെ വരുന്നുണ്ട്. വാട്ട്സ് 180, സെറ്റ് 90 വെച്ചാണ് വരുന്നത്. ലൂമിനസ് വരുന്നത് 21,600 ലൂമിനസ് ആണ് വരുന്നത്. ഓക്കെ, കളറ് 6500 കെൽവിൻ ആണ്. 2 പീസസ് LED ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, മെയ്ഡ് ഇൻ ചൈന. ഓക്കെ, നോ പ്രോബ്ലം. ഡിസൈൻഡ് ഇൻ USA. ഏതായാലും ഹോങ്കോങ്ങിൽ നിന്ന് നമുക്ക് സാധനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വേരിയൻസ് ഉണ്ട്. ബൾബിനനുസരിച്ച് നമ്മൾ H4 ആണ് സെലക്ട് ചെയ്ത് അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ H4 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് തുറക്കാം. യെസ്, അപ്പോൾ ഏതായാലും പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഒരു ചെറിയ ഫിറ്റ്മെൻറ്റ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റാം. അതിൻ്റെ ഡ്രൈവർ അത്യാവശ്യം ഭയങ്കര വലുപ്പമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഡ്രൈവർ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഏതായാലും ബൾബിൻ്റെ LED ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. കാരണം കോപ്പറൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടി ഏറ്റവും നല്ലതാണ്. മേളിൽ കൊടുത്തിരിക്കുന്നത് ലോ ബീമും താഴത്തെ ഹൈ ബീമുമാണ് വരുന്നത്. H4 ആണ്, നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഏതായാലും ഫിറ്റ്മെൻറ്റിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നോക്കാം. H4ൻ്റെ കപ്ലർ സംഗതി കിടുവാണ്. ഏതായാലും നമ്മുടെ പ്രൊജക്ടർ തൽക്കാലം കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റാൻ പോവുകയാണ്. കാരണം പ്രൊജക്ടർ മാറ്റി ഇതൊന്ന് യൂസ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയോളം ഞാൻ യൂസ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1 വർഷത്തോളം ആകാറായി ഞാനിപ്പം പ്രൊജക്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയുള്ള സമയത്ത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ പക്കയാണ്. ഏകദേശം നമ്മുടെ HID പോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ആ പ്രൊജക്ടറും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു മോഡൽ ഇതെങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും നമ്മുടെ പഴയ ലൈറ്റ് ഊരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ ഈ പുതിയ ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് വേണ്ടേ നമ്മളിങ്ങനെ അഴിച്ചെടുത്ത് ഇതിങ്ങനെ നൈസായിട്ട് ഊരിയെടുക്കാം. ഇതാദ്യം ക്ലിപ്പ് ചെയ്യണം. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, പലരും കണ്ടിട്ടുള്ളതാണ്. ഹെഡ്ലൈറ്റ് റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ബൾബ് റിമൂവൽ ആൻഡ് ഫിറ്റ്മെൻ്റ് ഒക്കെ ഞാൻ ആ ലോക്കലോട്ട് കയറ്റിയിട്ടു. ഇനി ഇതിനെക്കുറിച്ച് അറിയത്തില്ല അല്ലെങ്കിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൂടെ ഞാനൊന്ന് പിൻ ചെയ്തിട്ടോളാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് പിടിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കയറുമോ എന്ന് നോക്കാം. യെസ്, കുഴപ്പമില്ല.
കുറച്ചൊന്ന് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഡസ്റ്റ് ഗ്യാപ്പ് ഞാൻ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാണ്. ഒരു കാരണവശാലും ഡസ്റ്റ് ഗ്യാപ്പ് ഇടാതിരിക്കരുത്. കാരണം ആദ്യമൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കയറി ഹെഡ്ലൈറ്റ് അടഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് അങ്ങ് വെക്കുക. കണ്ടോ, നന്നായിട്ട് പ്രസ്സായിരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഞാനൊരു ലൈറ്റിംഗ് എടുക്കുകയാണ്. ഈ ലൈറ്റിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് ഹൈ ബീമിന് ഇത് ഇങ്ങനെ വെക്കണോ, താഴോട്ട് വരണോ, മേളിലോട്ട് വരണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു കപ്പ് എല്ലാവർക്കും കാണാം. ഈ കാണുന്നൊരു കപ്പ്, ഈ ഒരു കപ്പ് എപ്പോഴും മേളിലോട്ട് നിൽക്കാവുള്ളൂ. അതായത് ഇത് ലോ ബീമാണ്. ലോ ബീമിൻ്റെ ലൈറ്റ് മേളിലോട്ടേ പോകാവുള്ളൂ, സൈഡിലോട്ട് വരാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ ഒരു കപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എപ്പോഴും ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യണം. അതായത് കപ്പ് മേളിലോട്ട് നിൽക്കുന്ന രീതിക്ക്. ഒരിക്കലും കപ്പ് താന്ന് പോരുത്. അതായത് ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ വരാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പതുക്കെ കയറ്റി വെക്കുകയാണ്. ഇതിനകത്തൊരു ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ യൂണിറ്റ് വരുന്നത്. ഇത് ഞാൻ എവിടെയെങ്കിലും ഒച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ഞാനൊന്ന് ഹാൻഡിൽ ചെയ്ത് വെക്കാം. ഓക്കെ, അതിൻ്റെ ലോക്ക് പൊസിഷൻ കിട്ടി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഇൻസേർട്ടായി കറക്റ്റ് ഈ ഒരു സെൻറ്റർ പൊസിഷനിലോട്ട് വരുന്ന രീതിക്ക്, അതായത് കപ്പ് നേരെ മേളിലോട്ട് വരുന്ന രീതിക്ക്. ഇനി ഞാനിതൊന്ന് കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടെ വരുന്ന H4-ൻ്റെ തന്നെ കപ്ലറിലോട്ട് ഇതിൻ്റെ കപ്ലർ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അത് കണക്ട് ചെയ്തു. ഇനി ഡ്രൈവർ യൂണിറ്റ് ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒന്ന് ടാഗ് ചെയ്ത് ഈ പോർഷനിൽ എവിടെയെങ്കിലും വയറിൻ്റെ പുറത്ത് കഴിവത് നിങ്ങൾ ടാഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മെറ്റൽ പോർഷനിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പില്ല, ഹീറ്റ് ആയാൽ നമ്മുടെ വയറിൻ്റെ പോർഷനൊക്കെ ചിലപ്പോൾ ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ഇടവരുത്തരുത്. അതുകൊണ്ട് ഏതെങ്കിലും ഹാർഡായിട്ടുള്ള സർഫസിൽ എവിടെയെങ്കിലും ഒന്ന് ടാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ട് സൈഡിലും, അതായത് റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി അത് ടാഗ് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കിയാലോ. ഓക്കെ, അപ്പം ഞാൻ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, ഇത് നമ്മുടെ ഡിം മോഡും ഇത് നമ്മുടെ ബ്രൈറ്റ് മോഡും, ഇത് പാസ് ബൈ മോഡും. ഓക്കെ, അപ്പോൾ ഇനി രാത്രി ഒരു ഡ്രൈവും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡ്രൈവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബൾബിൻ്റെ വെട്ടം എന്തേരെയുണ്ട്. ഏതായാലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും വലിയ കാര്യത്തിൽ വെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്കറിയാം. ഏതായാലും ഈ വഴിയുടെ ഒരു പ്രകാശം അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. HID യൂസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് HIDയെ കഴിഞ്ഞും കൂടുതൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈറ്റിനെ കഴിഞ്ഞ് ഒരു 50% കൂടുതൽ പ്രകാശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് ഏതായാലും ഒരു മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ മഞ്ഞത്ത് ഓടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് രണ്ടൊരു അവസരം കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ടും ഞാൻ ഏതായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഒരു മഴയത്തുള്ള സമയത്തും അല്ലെങ്കിൽ ഒരു മഞ്ഞുള്ള സമയത്തും ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ്.